നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേട്ടാ സോറി ചേട്ടാ, വെറുതെ പറഞ്ഞതാ. ചേട്ടനത് കാര്യമാക്കണ്ട. ഇവനെ പോലുള്ളവരോട് എന്തിനാ സോറി പറയുന്നേരും? ഇവന്റെ അഹങ്കാരം ഇന്ന് ഞാൻ തീർക്കും. എന്നാ അഹങ്കാരം തീർക്ക്, എന്റെ അഹങ്കാരം തീർക്ക്. അത് ഐശ്വര്യല്ലേ? എന്താ പ്രശ്നം? ചേട്ടാ സോറി, ഇവൾക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം. സോറി. സാറൊരു പാവമാ. ഈ പെണ്ണുമ്പിള എന്റെ അഹങ്കാരം തീർക്കുമെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് കാണട്ടെ. ആരാടോ തന്റെ പെണ്ണുപിള്ള? എന്താ കണ്ടില്ലേ ഒരു പാവം പിടിച്ച ഭർത്താവ്? അതാ ഇവർ ഇത്രയും അഹങ്കരിക്കുന്നത്. ഈ സംഭവത്തൊക്കെ എങ്ങനെ സഹിക്കുന്ന? അതെ, നമ്മളോല ആയിരിക്കണം. വേണ്ടമ്പിള്ള ഇങ്ങനെ ഒരു വാക്ക് പറയില്ല. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് മാറ്റിയാണ് ഒരു പെങ്കോതം ഭർത്താവ്. അരുൺ നിക്ക്, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. തട്ടുദോശയെങ്കിൽ തട്ടുദോശ എടുക്കടോ. കട പൊളിക്കുന്നല്ലേ പറഞ്ഞേ, അത് കഴിയട്ടെ. ബാലൻസ് വേണ്ട, ഇതെടുത്തോ. തട്ടുദോശ എടുക്ക. ഐശ്വര്യം എന്താ ഇത്? ഓ, എന്തൊരു സ്ത്രീ ഇത്. ദോശ കൊടുക്ക്, താൻ കച്ചവടത്തിനിരിക്കല്ലേ. ഐശ്വര്യം, നീ എന്താന്ന് വെച്ചാൽ വാങ്ങി കഴിക്കും. അരുൺ ഛേ, അന്നേണ്ണാകെ നാണം കെട്ട് പോയിരിക്കുക. നമ്മളിത് കണ്ടതായിട്ട് ഏട്ടൻ അറിയണ്ട. അതാ നല്ലത്. പാവം, നമ്മൾ കണ്ടെന്നറിഞ്ഞ കൂടുതൽ വിഷമാവും. അല്ല, അരുൺ ഇവിടെ പേടിച്ചു വന്ന് നിൽക്കാണോ? അരുൺ ആ കടക്കാരനെ രണ്ട് പൊട്ടിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പൊട്ടിക്കേണ്ടത് ആ കടക്കാരനിട്ടല്ല, ഒന്ന് വീട്ടിലെത്തിക്കോട്ടെ. മനസ്സിലായി, എന്നെ തല്ലൂന്ന്. നിന്നെയൊക്കെ തല്ലുകയല്ല, കൊല്ലുക വേണ്ടേ. എന്താ കൊല്ലു എന്നാ എന്നെ കൊല്ല്. ഇപ്പൊ എന്നെ കൊന്നാലേ ചാവുന്നത് ഞാൻ മാത്രമായിരിക്കില്ല, അരുണിന്റെ കുഞ്ഞുകൂടിയാ. അത് മറക്കണ്ട. അതൊക്കെ പോട്ടെ, ദോശ കഴിക്കും. എനിക്കെന്തിനാ ദോശ? മസാല ദോശ കഴിക്കാനുള്ള മോഹം ഞാൻ തൽക്കാലം മാറ്റിവെച്ചു. ഈ സാദാ ദോശ മതി. ഇത് അരുൺ എനിക്ക് എടുത്തു തരണം. വേണമെങ്കിലേ തനി അങ്ങോട്ട് കഴിച്ചാ മതി. അത് പറ്റില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ തന്നെ എനിക്ക് എടുത്തു തരണം. അതെന്റെ ആഗ്രഹം. ഐശ്വര്യം, നീ വേണമെങ്കിൽ കഴിച്ചിട്ട് വേഗം കാറി കയറി, എനിക്ക് പോണം. പോകാം, ആദ്യം എനിക്കിത് എടുത്തു തന്നെ. അരുൺ, പ്രഗ്നൻസി പീരീഡിൽ ഇങ്ങനത്തെ മോഹങ്ങളൊക്കെ തോന്നും. ഭർത്താവ് അത് സാധിച്ചു തരേണ്ടത്. അരുൺ, ദോശ എടുത്ത്. ഇനി ദോശ തന്നെ തന്നെ അരുൺ. ഇനിയെന്താ? തീർന്നില്ല അരുൺ. ഞാനല്ലല്ലോ ഇപ്പൊ മനസ്സില്, അശ്വതി മോളും അല്ലേ. ഇനി ഒരുപാട് അനുഭവിക്കും. എന്റെ പ്രതികാരം ഇനി ഇങ്ങനെയാ.
മോളെ അങ്കിൾ ഇപ്പൊ അങ്ങോട്ട് വരാം. കുറച്ച് തിരക്കിലായിപ്പോയി. വരാം മോളെ, അങ്കിൾ ഉറപ്പായിട്ട് വരാം. ശ്യാമേ വാ, അങ്ങോട്ട് പോയി സംസാരിക്കാം. ആ എന്തായിരുന്നു ഏട്ടാ? ശ്രീകുട്ടിയാണോ വിളിച്ചേ? അതെ, ശ്രീകുട്ടി മോളെ വിളിച്ചേ. അല്ല, നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടായില്ല? അല്ല, ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. അല്ല, ശ്രീകുട്ടി എന്തിനാ വിളിക്കുന്നേ? എന്തോ അത്യാവശ്യ കാര്യമുണ്ട്. പലതവണ എന്നെ വിളിച്ചു. ഐശ്വര്യം ഒപ്പുള്ള കാരണം എനിക്ക് കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അയ്യോ, മോളങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. പക്ഷേ ഐശ്വര്യയുടെ കണ്ണു വെട്ടിച്ച് ഞാൻ എങ്ങനെയാ മോളുടെ അടുത്തെത്തുക? ശ്ശോ, ഒരു വഴിയുണ്ട്. എന്ത് വഴി? അരനട്ടം വാ, മാർഗം നമുക്കുണ്ടാക്കാം. ഏടത്തി. ആഹാ, അഖി, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഇപ്പൊ വന്നേ ഉള്ളൂ. ശ്യാമേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ അഖി? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. പെട്രോള് തീർന്നായിരിക്കും. ആ, അതാ പെട്രോൾ തീർന്നതാ. എന്താ അഖി, ഒരു കാറിൽ പെട്രോൾ അടിക്കാൻ പോലും നിന്റെ കയ്യിൽ ക്യാഷ് ഇല്ലേ? അത് അടിക്കാൻ മറന്നതായിട്ടേ. അരുണേട്ടാ, പ്ലീസ് ഒരു 5 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചിട്ട് വരൂ. ഞാൻ പോയി വാങ്ങാം. ശ്യാമേ, ഇതൊന്ന് പിടിച്ചേ. എന്നാ ഞാനും വരാം. അയ്യോ, ഐശ്വര്യടുത്തി, നമുക്കിവിടെ സംസാരിച്ച് നിൽക്കാം. അരുണേട്ട പോയിട്ട് വരട്ടെ. എന്ത് സംസാരിക്കാൻ? ഞാനും അരുണിന്റെ കൂടെ പോവാ. അല്ല, എടുത്തി ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ? ചിലപ്പോ പെട്രോളിന്റെ മണം പിടിക്കില്ല, ചിലപ്പോ വൊമിറ്റ് ചെയ്യും. ശരിയാ, ഐശ്വര്യടുത്ത് ഇവിടെ നിൽക്ക്. അരുണേട്ടാ, പെട്ടെന്ന് വന്നോ കേട്ടോ. ഞാൻ പെട്ടെന്ന് പോയിട്ട് ചെല്ലേട്ടാ, ചെല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.